ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ഷവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ കുക്കറിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10-12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം, കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. അതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളകാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 8-10 മുളക് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക മാത്രം ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 1.5 ടീസ്പൂണോളം പെരുംജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടി എടുക്കുകയായിരിക്കും ഏറ്റവും ടേസ്റ്റ്. എനിക്ക് സ്കിന്നില്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വിരയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹോളിട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കുക. കൈവച്ചിട്ട് നല്ല പോലെ തന്നെ മസാല പിടിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും, അത്രയും മസാല പിടിക്കും. ഞാനിവിടെ ഒരു 4 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. 4 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള എല്ലാ മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മസാല ഫുള്ളായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളം പൊടിഞ്ഞിട്ട് വരും. ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കുക്കറിനനുസരിച്ചൊക്കെ വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം. 3 വിസിലിന് ശേഷം ആവിയൊക്കെ നന്നായി പോയ ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മസാലയിൽ നല്ലപോലെ വെള്ളം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് മുരിച്ചെടുക്കണ്ട, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ബാക്കി വരുന്ന കുക്കറിലുള്ള മസാല ചേർത്ത് കൊടുക്കാം. മസാലയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചൊന്ന് വറ്റിയെടുക്കണം. ഒന്ന് തിക്കായി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ടൊന്ന് തിക്കായി വന്നാൽ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാലയൊക്കെ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. നല്ലതുപോലെ മസാല ഒന്ന് ചിക്കനിലേക്ക് പിടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ചിക്കൻ ഇതിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്ലെയിൻ മന്തി റൈസ് ആയിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം.
ഇത് നമുക്ക് റൈസിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി മസാല തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.